ഹലോ ഗെയ്സ്. അപ്പോൾ ഇന്നലെ ആർദ്രവിൻ്റെ വാക്സിനേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇന്ന് ആൾ കുറച്ച് ബെറ്ററായിട്ട് വരുന്നുണ്ട്. മരുന്നൊക്കെ കൊടുത്തു, വേദനയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി, ഇച്ചിരി പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയണത്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതും അവിടുത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. 1.5 മാസത്തിൻ്റെ വാക്സിനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് വാക്സിൻ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകണം, കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടു വെക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ തന്നെ നേവയെ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്മ ഇതാ വണ്ടിയൊക്കെ എടുത്ത് വണ്ടി പഠിച്ചതേ പാടുവിട്ടാണ് പഠിച്ചത്. പോകണമെന്ന് എനിക്ക് പേടിയാവും. അങ്ങനെ അമ്മ ഇതാ തൊട്ടടുത്തൊരു കടയുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ മാമനുണ്ട്. മാമന് രാവിലെ കാപ്പി കൊണ്ട് കൊടുക്കണം, ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ രാവിലെ തന്നെ രണ്ടുപേരും കൂടെ കാപ്പിയും കൊണ്ട് കടയിലോട്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ വരും, ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് വരും. പിന്നെ ഞാൻ എന്താ വീട്ടിലോട്ട് പോവാണ്. ഇത് അമ്മയുടെ വീടാണ് കേട്ടോ, പഴയൊരു വീടാണ്. ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഉണ്ട്, നോക്കട്ടെ. അത് വീട്ടിൽ കയറിയപ്പോൾ അതാവാൻ നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് പല്ല് തേച്ചു. ഞാൻ കുറച്ച് പേസ്റ്റ് എടുക്കുള്ളൂ, കുറച്ചെന്ന് പറയാൻ വളരെ കുറച്ച് പേസ്റ്റേ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് നോക്കിയപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കണം. ഉപ്പുമാവ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാപ്പിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചില ദിവസം ഞാൻ കഴിക്കും, അതും ഇതിനകത്ത് കിടക്കുന്ന ക്യാരറ്റും ഉള്ളിയും എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ഉപ്പുമാവ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ക്യാരറ്റൊന്നും ഞാൻ കഴിക്കില്ല, എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമല്ലേ സാധനം. അങ്ങനെ അത് ഇത്ര എടുത്തന്നേ ഉള്ളൂ, ഞാൻ ഇത് കഴിച്ചില്ല കേട്ടോ. ഒരു പിടി വായിൽ വെച്ചിട്ട് ഞാൻ കൊണ്ട് കളഞ്ഞില്ല, മാറ്റി വെച്ച്. ഇതിനിടയിൽ എൻ്റെ ട്രൈപോഡിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, അതിൽ നിന്നൊക്കെ ഇളകിപ്പോയി. അങ്ങനെതാ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഓട്ടോ ഒന്ന് കമ്മൽ പോലും ഇടാൻ മറന്നുപോയി. ചടപടയെന്ന് പറഞ്ഞ് എല്ലാവരും റെഡിയാക്കി, ഞാൻ റെഡിയാക്കി പെട്ടെന്ന് ഓട്ടോ കയറി കേട്ടോ. എന്നിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്തത്. ഈ റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പം ഞാൻ ഇങ്ങനെ എന്ത് രസമാണല്ലേ ഈ റോഡെന്ന് പറഞ്ഞ് ഞാൻ അന്നിങ്ങനെ വിചാരിച്ച അതേ ഒരു ഇതാണ് ഇപ്പോഴും ഈ റോഡിൽ കൂടെ പോകുമ്പോൾ എനിക്ക് തോന്നണം കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ വീടൊന്നുമില്ല, ഈ പോകുന്ന വഴിയിലൊന്നും അധികം വീടുകളൊന്നുമില്ല കേട്ടോ. രണ്ട് സൈഡും നല്ല രസമാണ്. ഇപ്പോൾ ഇത് നെൽപ്പാടമാണ്, പക്ഷെ ഇപ്പോൾ ഇതിൽ നെല്ലൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഓരോ സമയമാകുമ്പോഴായിരിക്കില്ലേ നെല്ല് വിതയ്ക്കണേക്കെ അങ്ങനെ തോന്നണം കേട്ടോ. പിന്നെ അതിൻ്റെ വലതുവശത്ത് ഈ കാണുന്ന സ്ഥലമില്ലേ, പശുവൊക്കെ മേയുന്നതിൻ്റെ അപ്പുറത്ത് ഭാരതപ്പുഴ ഒഴുകുകയാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റണില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ കുഞ്ഞാവയൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവൻ കുഞ്ഞാവ് വണ്ടി കയറി കഴിഞ്ഞാൽ കാറ്റടിച്ച് അപ്പം തന്നെ ഉറങ്ങും. ബൈക്കിലാണെങ്കിലും ഓട്ടോയിലാണെങ്കിലും അവ ഉറക്കമാണ് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോയി രണ്ടുപേരെയും കാണിക്കാനുണ്ടായിരുന്നു. കുഞ്ഞാവയും അമ്മയും കൂടെ വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ അവിടെ ആക്കിയിട്ട് ഞാനും നേവയും കൂടെ വേറെ ഡോക്ടറെ കാണാൻ പോയി. കാരണം നേവയ്ക്ക് മൂക്കിൽ ചെറുതായിട്ടൊരു ദശ വളരണം എന്നുള്ളൊരു ഇതുണ്ട്. അത് കാണിച്ചപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു മനസ്സമാധാനം ഇല്ല എനിക്കത് കണ്ടിട്ട്. അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലൂടെ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കമ്മൽ പോലും ഞാൻ ഇടാൻ മറന്ന്, എന്നെ കാണാൻ എനിക്കെന്തോ ഒരുമാതിരി തോന്നുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞാവി ഇഞ്ചക്ഷനൊക്കെ എടുത്ത കേട്ടോ. കുഞ്ഞാവിക്ക് വാക്സിനേഷനൊക്കെ എടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. മരുന്ന് കൊടുത്തപ്പോൾ അവൻ ഇനിയും തന്നോ ഞാൻ കുടിക്കാമെന്നുള്ള ഇതിൽ അങ്ങനെ കുടിക്കായിരുന്നു കേട്ടാ. മരുന്ന് കൊടുത്തപ്പോഴൊന്നും കരച്ചിലില്ല. കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നന്നായിട്ട് കരഞ്ഞ്. രണ്ടാമത് കാലിലെടുത്തപ്പോൾ ഒറ്റ വിളിയെ വിളിച്ചോളൂ, പിന്നെ അവ കരഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതെടുത്തപ്പോഴും അവൻ നല്ല കരഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ കരച്ചിലൊക്കെ നിർത്തി കേട്ടാ. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കിയുള്ള പാടെല്ലാം ഉണ്ടായിരുന്നത്. നേവക്കുട്ടി എന്നോട് പറയാണ് കുഞ്ഞാവയുടെ 2 കാലും ഇഞ്ചക്ഷൻ എടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഭാഗ്യത്തിന് കുറച്ച് നേരത്തെ പോയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോയ ഓട്ടോ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു മാമനെയാണ് എപ്പോഴും നമ്മൾ ഓട്ടോയ്ക്ക് വിളിക്കാറുള്ളത്. അപ്പൊ ആ മാമ വെയിറ്റ് ചെയ്തു. തിരിച്ച് നമ്മളെല്ലാവരും കൂടെ അതാ പോയപ്പോൾ അപ്പോഴും കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതിന്റെ ഇടതുവശത്തോടെ പോകുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പം ഇതുവഴി വേണം നമ്മുടെ വീട്ടിലോട്ട് പോകാനൊക്കെ. നല്ല രസമാണ് കേട്ടോ കാണാൻ. പക്ഷെ ഈ ഒരു സീനറിയൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഒന്നിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കണ്ണൻ്റെ കൂടെയോ പിന്നെ നടന്നു പോകണം. നടന്ന് കാര്യമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ പോയാൽ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഓട്ടോയിൽ പോകുമ്പം രസമില്ലെന്നല്ല ഞാൻ പറയണത്, എന്നാലും നടന്നു പോകുമ്പോഴാണ് കേട്ടോ ഭയങ്കര ഒരു എന്താ പറയാ, മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നത്. സൈഡിന് മൊത്തം വാഴയും മാവും നെല്ലും പിന്നെ കവുങ്ങും അങ്ങനെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാ ആദ്യം ഇതൊക്കെയാണ്. അവൻ പാല് ഒഴിച്ച് കരഞ്ഞ് പാല് കുടിക്കുകയാണ്. പോട്ടടാ Yeah.
ഇവ ഉണ്ടല്ലോ ആർദ്രവ്, ഇത് ഉറങ്ങിക്കിടക്കുകയാണേ. ഉറക്കത്തിനിടയിൽ അവ ഇങ്ങനെ മൂളി മൂളി കിടക്കുകയാണെന്ന് വെച്ചാൽ അവന് വയ്യ. ഇവൻ ആദ്യം മുതലേ വയ്യാതാവുമ്പോൾ ഇവ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ഉറങ്ങുള്ളൂ. പാവല്ലേ ഈ വയസ്സായ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണ കേട്ടിട്ടില്ലേ? അപ്പോൾ എനിക്ക് അതുപോലെയാണ് കേട്ടോ തോന്നണം. നമ്മൾ ജനിക്കുന്ന സമയവും നമ്മുടെ വാർദ്ധക്യമൊക്കെ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടല്ലോ, എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇന്ന് വാക്സിൻ എടുത്തപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ പറയണം. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കിന്ന് ഞാൻ വാക്സിൻ എടുക്കാൻ പോയത് വെറും 1.25 മാസം മാത്രം പ്രായമുള്ള കുട്ടിയാണ്. എനിക്ക് അവർ പാരസെറ്റമോളിൻ്റെ ക്വാണ്ടിറ്റി എഴുതി തന്നതെന്ന് വെച്ചാൽ 5.5 വയസ്സിന് വാക്സിൻ എടുക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് എത്രയാണ് പാരസെറ്റമോൾ കൊടുക്കുന്നത്, അതാണ് എനിക്ക് വെറും 1.25 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് വേണ്ടി എഴുതി തന്നെ കേട്ടോ. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ഞാൻ ഇതാണ് എൻ്റെ കുട്ടിയുടെ വെയിറ്റ് ആണ് 5.2 kg എന്ന് എഴുതിക്കുന്നത് വെയിറ്റ് ആണ്. ഇത് വേറൊരു നേഴ്സ് വായിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, കുട്ടിയെ എൻ്റെ വാക്സിൻ എടുത്ത കുട്ടി ആൾ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, 5.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷനിൽ പാരസെറ്റമോൾ കയ്യിലുണ്ടെങ്കിൽ ഇയാൾ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ 5.5 വയസ്സിൻ്റെ അല്ല, 1.25 മാസം പ്രായമുള്ള കുട്ടിയുടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ആണോ, ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരുടെ പേപ്പർ ഒരുമിച്ച് വെച്ചാണ് മെഡിസിൻ എടുക്കാൻ പോയത്. എന്നിട്ട് എനിക്ക് അവർ എഴുതി തന്നതെന്ന് വെച്ചാൽ 2.5 ml. ഇത് കണ്ട മാഞ്ഞു പോയി കേട്ടോ, ഞാൻ എടുത്തെടുത്ത് മാഞ്ഞു പോയി. 2.5 ml 4 നേരം 6 മണിക്കൂർ ഇടവിട്ട് 2 ദിവസം കൊടുക്കാം എന്നാണ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെയാണ്, വെറും 1.25 മാസം പ്രായമുള്ള കുട്ടിക്ക് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുത്താൽ ഞാൻ അവനെ എടുത്തുകൊണ്ട് ആശുപത്രി ഓടിക്കൊണ്ട് കിടക്കേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. ആശുപത്രി പോയാൽ അവരിങ്ങനെ കൈമലർത്തും, അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. സോ നമ്മുടെ കുട്ടികളെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഏതൊരു മെഡിസിൻ തന്നാലും, അതിനി കുട്ടികൾക്കുള്ളതാണെങ്കിലും മുതിർന്നവർക്കുള്ളതാണെങ്കിലും തന്നാലും ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇത് കുട്ടിയുടെ അസുഖത്തിന് തന്നെയുള്ള മരുന്നാണോ, എത്ര ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എനിക്ക് രണ്ടാമത്തെ കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് മനസ്സിലായത് കേട്ടോ. കാരണം എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ മരുന്ന് കൊടുത്തിട്ടില്ലെന്ന് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഓട്ടോയിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ആ ഒരു റിയലൈസേഷൻ വരുന്നത്. എൻ്റെ ഞാൻ മൂത്ത ആൾക്ക് ഇത്രയും മരുന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. കുറച്ച് കൊടുത്തപ്പോൾ തന്നെ ആൾ കിറങ്ങി കിടന്ന ഓർമ്മയുണ്ട്. ആദ്യത്തെ ഇത്ര കുഞ്ഞായിരുന്നു, അപ്പോൾ 1.25 മാസത്തിന് കൊടുത്തപ്പോൾ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ആ ഒരു ടൈമിലാണ് ഈ 2.25 ml ഞാൻ ഒറ്റ വട്ടം ഞാൻ എൻ്റെ കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് എഴുതി തന്നത്. ഞാൻ ഇത് കൊടുത്തിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുകയാണ്. അതും എൻ്റെ സെക്കൻഡ് ബേബി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ആദ്യത്തെ കുട്ടി ആയിരുന്നെങ്കിൽ ഞാൻ ഇത് കണ്ണും പൂട്ടി ഇത്രയും മരുന്ന് ഞാൻ അവന് കൊടുക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് നടക്കുന്നുണ്ട്. സോ നമ്മുടെ കുട്ടികളായാലും നമ്മുടെ വീട്ടിലുള്ളവരായാലും നമ്മളായാലും കഴിക്കുന്ന മരുന്നും മെഡിസിനും എല്ലാം, ടാബ്ലറ്റ് ആയാലും എല്ലാം ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. ഞാൻ മുമ്പോട്ടേ ചെയ്യും. കുട്ടികൾക്കുള്ളതാണെങ്കിലും എനിക്കുള്ളതാണെങ്കിലും ഏത് ടാബ്ലറ്റ് കൈ കിട്ടിയാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും, ഈ ടാബ്ലറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് അറിയണമെങ്കിലും ഈ ടാബ്ലറ്റ് എന്തിനാണ് യൂസ് ചെയ്തതെന്നെങ്കിലും നോക്കിയിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. സോ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പാരൻസാണ്. ഇത് ഫുൾ അവരുടെ മിസ്റ്റേക്ക്. ഇത് ഞാനിത് ഫാർമസിയിൽ നിന്ന് എനിക്ക് മെഡിസിൻ തരുന്ന ടൈമിൽ ഞാൻ ചോദിച്ചു, 2.25 ml കൊടുക്കണോ, 2.5 ml കൊടുക്കണോ? ബാക്കിലോട്ട് ഒരു യമണ്ട ക്യൂ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും നിന്നില്ല. അതെ, 2.25 തന്നെയാണ് എന്ന് പറഞ്ഞു വിട്ടു. ഇതിൽ നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 54 ദിവസം. ആക്ച്വലി 53 ദിവസമാണ് അവനായത്. 54 ഡേയ്സ് എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ നോക്കിയത് ഇവിടെ 5.2, അതായത് 5-6 വയസ്സിനിടയിൽ വേറെ ഒരു വാക്സിനുണ്ട്. സോ അത് ആ കുട്ടി വേറെ ആ ഒരു ഏജിലുള്ള കുട്ടിക്കാണ് വാക്സിൻ എടുക്കാൻ ഞാൻ വന്നതെന്നാണ് എന്നെ കണ്ട നേഴ്സായിരിക്കാം, നേഴ്സിൻ്റെ അല്ല, ഒരു സാരി, ജസ്റ്റ് ഒരു സാരിയാണ് കൊടുത്തിരുന്നത് അവർ വിചാരിച്ചത്. സോ കെയർഫുള്ളായിട്ട് നിൽക്കുക. മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനത്തെ ഒരുപാട് മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്. സോ നമ്മുടെ കാര്യം നോക്കേണ്ടത് നമ്മളാണ്. സോ ബി കെയർഫുൾ ഗേസ്. അപ്പോൾ ഇത് എനിക്ക് പറ്റിയ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് കൊടുത്തിരുന്നെങ്കിലുള്ളൊരവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ കേട്ടോ. എന്തോ ഭാഗ്യം അല്ലേ, ഇതെൻ്റെ ഫസ്റ്റ് ബേബിക്ക് ഇങ്ങനെ എഴുതി തരാത്തത് എന്തോ ഭാഗ്യം. സെക്കൻഡ് ബേബി ആയതുകൊണ്ട് എനിക്കിത് മനസ്സിലായി. കെയർഫുൾ ഗേസ്.